ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ലോക മുങ്ങി മരണ നിവാരണ ദിനമാണ്. ഈ ദിവസം 42 പേരെ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. പാലക്കാട് പള്ളം സ്വദേശിയായ നിഷാദാണ് ആൾ. 44 വയസ്സുകാരനായ നിഷാദ് 600-ലധികം കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. സലാം മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമാണ്. നമുക്കിപ്പം ഉള്ളത് ഷൊർണൂർ പാലത്തിനടുത്ത് ഐസ്ക്രീം കച്ചവടം നടത്തുന്ന നിഷാദിക്കാണ്. അദ്ദേഹം 44 വയസ്സുകാരനാണ്. അതിനിടയിൽ 42 ജീവനുകൾ രക്ഷിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രായത്തിനിടയ്ക്ക് ഒരു 42 ജീവനുകൾ രക്ഷിച്ചില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ പേര് നിഷാദ്. ഒരു മുങ്ങൽ വിദഗ്ധനാണ്, ഒരു നീന്തൽ മാസ്റ്ററാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിക്കുക. ദീർഘദൂരം അനായാസം എന്നുള്ള രീതിയിൽ അവരെ ദൂരം നീന്തി പരിശീലിപ്പിക്കുക. ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ തലമുറയിൽ നീന്തൽ അറിയാത്ത കുട്ടികളാണ് കൂടുതൽ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു സ്കൂൾ തലത്തിൽ ചെറിയ സ്വിമ്മിംഗ് പൂള് ഓരോ PTA മീറ്റിങ്ങിൽ ഒരു 5 ആൾ 10 ആൾ മെനക്കെട്ടാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ എത്തിക്കുകയാണ് അതിൻ്റെ ഞങ്ങളുടെ ലക്ഷ്യം. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഹൃദയഭേദകമായൊരു അനുഭവം എന്താ? ഇപ്പോൾ ഒരു 4 ആൾ പെടുകയുണ്ടായി. ചെറുവൃത്തിയുള്ള ആൾ തന്നെ ആയിരുന്നു. 4 പേര് പെട്ടു. അത് 2 കുട്ടികളായിരുന്നു. അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. അവരെ എത്താൻ കുറച്ച് എത്താൻ വഴുകി. പിന്നെ കുറച്ച് ഒരു 3-4 ആഴ്ച മുന്നേ ഒരു 3 ആൾ പെട്ടു. അവരെ നമ്മൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി, രക്ഷപ്പെടുത്താൻ പറ്റി. ക്യാച്ച് 2 തമിഴ്നാട് സ്വദേശികളായിരുന്നു. അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്കൊരു ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് ഗോൾഡൻ ടൈമാണ്. ആ ടൈമിൽ ഒഴുക്കിൽ പെട്ടാൽ 3 മിനിറ്റ് നമുക്ക് ഗോൾഡൻ ടൈമാണ്. അതിൻ്റെ ഉള്ളിൽ കിട്ടിയാലേ നമുക്ക് CPR ആളെ രക്ഷിക്കാൻ പറ്റും. അഥവാ ഇനി നമ്മൾ പെട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞു എങ്കിലും നമ്മൾ CPR കൊടുക്കണം. എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് CPR സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. അത് മാക്സിമം നമ്മൾ പോകുമ്പോൾ തന്നെ ആംബുലൻസിനെ കോൾ ചെയ്യാൻ പറയാം. അവിടെയുള്ള ആളുകളെ പറഞ്ഞ ആംബുലൻസിനെയും ഫയർഫോഴ്സിനെയും കോൾ ചെയ്യാൻ പറയാം. പെട്ടെന്ന് നമുക്ക് എടുത്ത് ചാടി അപ്പോഴത്തേക്കും കിട്ടിയ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. എത്ര പേരെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്? 630 പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ. ഇപ്പോൾ ഈ വർഷം ഒരു 63 പിള്ളേരെ പഠിപ്പിച്ചു. ദീർഘദൂരം അനായാസം. അവർ തൊഴിലെന്ന നിലക്കല്ലേ, ഇതിൽ നിന്നൊരു വരുമാനമൊന്നുമില്ല? ഇല്ല, ഇത് സേവനം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ബിസിനസ് ഉണ്ട്, കച്ചവടം ഉണ്ട്. അതിനാണ് നമ്മൾ ചെറിയൊരു വരുമാനം ഉണ്ട്. ഇപ്പോൾ ഒരു സ്കൂബ ഇനിയിപ്പോൾ ആഗ്രഹം സ്കൂബയുടെ ഒരു ട്രെയിനിങ് കഴിഞ്ഞു. അതിൻ്റെ ഒരു കുറ്റി ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശാന്തി തീരം പുഷ്പേട്ടനാണ് കുറ്റി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് എക്യുപ്മെൻറ്റ്സ് കൂടിയും വേണം. അപ്പോൾ അതിനുള്ള ഒരു ഇതിലാണ്. എന്തായാലും ഈ പ്രായത്തിനിടയിൽ തന്നെ 42 ജീവനുകൾ അദ്ദേഹം രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ 600-ലധികം കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാനും അദ്ദേഹത്തിനായി എന്നുള്ള ഒരു അനുഭവസാക്ഷ്യമാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ നാസർ ബിൻ ഹംസക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1.